പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്കാണ്. പ്രമുഖ ദലിത് ചിന്തകനും എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ കെ കൊച്ച് അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സനോജ് സുരേന്ദ്രനുണ്ട്. സനോജ്, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ നിര്യാണം സംഭവിച്ചത്? കാവ്യ, അല്പം മുമ്പാണ് അദ്ദേഹത്തിന്റെ നിര്യാണത്തെ സംബന്ധിച്ചുള്ള ഒരു ഔദ്യോഗികമായ അറിയിപ്പ് പുറത്തു വന്നിട്ടുള്ളത്. നമുക്ക് അറിയാം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കേരളത്തിലെ ദളിത് പ്രവർത്തകരുടെ മുന്നണി പോരാളികളിൽ ഒരാളായിരുന്നു കെ കൊച്ച്. ദളിത് വിഷയങ്ങളിൽ സജീവമായി ഇടപെടുകയും അതിനുവേണ്ടി ഏതറ്റം വരെ പോകാൻ കഴിയുമോ ആ അറ്റം വരെ പോയി അതിനുവേണ്ടി നിലകൊള്ളുകയും ചെയ്ത ഒരു നിലപാടുള്ള ഒരു പൊതുപ്രവർത്തകൻ, സാമൂഹിക ചിന്തകൻ, ദളിത് ചിന്തകൻ ഒക്കെ ആയിരുന്നു കെ കൊച്ച്. അദ്ദേഹത്തിന്റെ അന്ത്യം 76-ാം വയസ്സിലാണ് സംഭവിച്ചിട്ടുള്ളത്. നേരത്തെ അദ്ദേഹം KSRTCയിലെ സീനിയർ അസിസ്റ്റന്റായി ജോലി നോക്കിയിരുന്നു. അതിനുശേഷം വിരമിച്ചതിന് ശേഷമാണ് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് കൂടുതൽ സജീവമായി മാറിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവന കണക്കിലെടുത്ത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും അദ്ദേഹത്തിന് ഒരിക്കൽ ലഭിച്ചിട്ടുണ്ട്. ദീർഘകാലമായി വാർദ്ധക്യ സഹജമായ അവശതകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒപ്പം അർബുദബാധിതനായി ചികിത്സയിൽ കൂടിയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന പുറത്തുവരുന്ന വിവരങ്ങൾ. അങ്ങനെ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത്. എന്തായാലും ഒരു സാമൂഹിക പ്രവർത്തകന്റെയും ദളിത് ചിന്തകന്റെയും വേർപാട് പ്രത്യേകിച്ച് ആ സമൂഹത്തിന് നികത്താൻ കഴിയാത്ത ഒന്ന് തന്നെയാണ്. സംസ്കാരവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായിട്ടില്ല. വരും മണിക്കൂറുകളിൽ മറ്റ് പ്രവർത്തകരൊക്കെ തമ്മിൽ കൂടി ആലോചിച്ചതിന് ശേഷമാവും ആ കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക. കാവ്യ, പ്രമുഖ ചിന്തകനും എഴുത്തുകാരനുമാണ്. അദ്ദേഹത്തിന്റെ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്ത് കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് കൂടിയായിരുന്നു 2020 ഞാൻ മനസ്സിലാക്കുന്നത്. 76-ാം വയസ്സിൽ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. സംസ്കാരം അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ.